Dear students, Bivoka Cardiac 5th സെമ്മിലെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ യൂണിറ്റ് 3 ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 and 2 റെസ്ക്യൂവർ CPR ടെക്നിക് പ്രോട്ടോകോൾ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാർഡിയോ പൾമണറി റെസിറ്റേഷനാണ് CPRൻ്റെ ഫുൾ ഫോം എന്നറിയാം. നമുക്കിത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്കൊരു ക്രിട്ടിക്കൽ എമർജൻസി പ്രൊസീജിയറാണിത്. നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ, അതായത് കാർഡിയക് അറസ്റ്റ് സംഭവിച്ചിട്ടുള്ള നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CPR യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1 and 2 റെസ്ക്യൂവർ എന്ന് പറയുമ്പോൾ 2 പേര് അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഒരാൾ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുകയും മറ്റേ ആൾ നമുക്ക് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഒരു CPR എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ചെസ്റ്റ് കംപ്രഷൻസും അതുപോലെ തന്നെ ബ്രീത്ത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യണം, ആ ബ്രീത്തിനെ നമുക്ക് ശരിയാക്കി കൊണ്ടുവന്നാലാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷനും അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ വൈറ്റൽ ഓർഗൻസിലേക്കുള്ള ഓക്സിജനേഷനൊക്കെ സാധ്യമാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ഒരു പേഷ്യൻറ്റിനെ തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ നമുക്ക് ഓരോ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ 1 and 2 റെസ്ക്യൂവർ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കാർഡിയക് അറസ്റ്റ്. നമുക്ക് കാർഡിയക് അറസ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ ഈ രക്ഷപ്പെടുത്തുന്ന ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു കാർഡിയക് അറസ്റ്റ് വന്നിട്ടുള്ള ആളുകൾക്കാണ് CPR കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാർഡിയക് അറസ്റ്റ് എന്നും അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കതിൻ്റെ പ്രതിവിധി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ റെസ്ക്യൂവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്? കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് കാർഡിയക് അറസ്റ്റ് സംഭവിക്കാം? ഒന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കേസാണ്, അതായത് കാർഡിയക് അറസ്റ്റ് വരാനായിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കേസാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആർട്ടറീസിനുള്ളിൽ ഒരു പ്ലാക്ക് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഇത് വഴി നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് അരിത്തീമിയാണ്. അരിത്തീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള റിതംസിൽ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് പറയുന്നത് കാർഡിയക് മസിൽ ഡിസീസാണ്. അതായത് ഈ കണ്ടീഷനെ നമുക്ക് കാർഡിയോ മയോപ്പതി കണ്ടീഷൻ എന്നും പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഹാർട്ടിനുള്ളിൽ വീക്ക്നെസ് ഉണ്ടാവുന്ന കണ്ടീഷനാണ്. ഇതുവഴി നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ ഫങ്ഷനൊക്കെ വ്യത്യാസപ്പെടാം. നെക്സ്റ്റ് വരുന്നത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ്. റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് സിവിയർ ആയിട്ടുള്ള ആസ്മ അല്ലെങ്കിൽ ചോക്കിങ് കണ്ടീഷൻസ് ഉണ്ടാവാം. ഇത് നമുക്ക് റെസ്പിറേറ്ററി അറസ്റ്റിനും അതുവഴി നമുക്ക് കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നമുക്കിതുപോലെ തന്നെ നമ്മുടെ കാർഡിയക് അറസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോനൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുവഴി നമ്മൾ മരിച്ചു പോകാനായിട്ടുള്ള വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മരിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ വരുന്നത് CPR aim to buy time until professional help arrive, emphasizing the importance of immediate action. അതായത് നമുക്ക് ഈ CPR കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പേഷ്യൻറ്റിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 1 റെസ്ക്യൂവർ CPR ആണ്. അപ്പോൾ 1 റെസ്ക്യൂവർ CPR എന്ന് പറഞ്ഞാൽ ഒരാളാണ് അവിടെ CPR കൊടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഇൻഡിവിജ്വലാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് സ്റ്റെപ്സ് ആണ് അവിടെ ആദ്യമായിട്ട് പറയുന്നത്. ഒന്നാമത് വരുന്നത് ആസസിങ് ദ സിറ്റുവേഷൻ. അവിടെയുള്ള ആ ഒരു പേഷ്യൻ്റെ കിടക്കുന്നതിന് ചുറ്റുമുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് എൻഷുവർ സേഫ്റ്റി. ആദ്യം തന്നെ നമ്മുടെ വിക്ടിമിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ സ്വയം രക്ഷ CPR കൊടുക്കുന്ന ആൾ നോക്കണം. കാരണം കറണ്ട് അടിച്ചിട്ടാണോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ ഇല്ലെങ്കിൽ ഒരു നമുക്കൊരു അപായ സൂചനയുള്ളൊരു സാഹചര്യത്തിലാണോ പേഷ്യൻ്റ് കിടക്കണേ എന്നുള്ള കാര്യം നമ്മുടെ റെസ്ക്യൂവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം.
അപ്പോൾ അവനവൻ്റെ ലൈഫ് എന്താണ് സേഫ് ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം വിക്ടിമിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി. രണ്ടാമത് പറയുന്നത് ചെക്ക് റെസ്പോൺസീവ്നെസ്. നമ്മുടെ പേഷ്യൻറ്റിനോട് നല്ല ഉറക്കനെ എന്ത് പറയണം, ആർ യു ഓക്കെ എന്നുള്ളത് നമ്മൾ വളരെ ഉറക്കനെ പറയുക, നമുക്ക് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ വരുന്നത് കോൾ ഫോർ ഹെൽപ്പ്. അതായത് നമ്മുടെ വിക്ടിം ഒരു റെസ്പോൺസും കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് എമർജൻസി സർവീസ് വിളിക്കാവുന്നതാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആക്ടിവേറ്റിംഗ് എമർജൻസി സർവീസാണ്. കോൾ ഫോർ ഹെൽപ്പിൽ നമുക്ക് നമ്മുടെ ഐഡിയലി യു ഷുഡ് യൂസ് എ മൊബൈൽ ഫോൺ ടു കോൾ എമർജൻസി സർവീസസ്. അതായത് നമ്മുടെ വിക്ടിമിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആരെ വിളിക്കണം, നമ്മുടെ ആംബുലൻസ് സർവീസ് വിളിക്കണം. നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു പെർഫോം CPR ഫോർ അബൌട്ട് 2 minutes ബിഫോർ കോളിംഗ് ഫോർ ഹെൽപ്പ്. അതായത് നമ്മളൊരു 2 minutes നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഈ ഫോം വിളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ CPR കണ്ടിന്യൂ ചെയ്ത് പോകണം. നെക്സ്റ്റ് പറയുന്നത് ബിഗിനിങ് CPR ആണ്. നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് വരുന്നത് പൊസിഷൻ ദ വിക്ടിം. നമ്മുടെ വിക്ടിമിൻ്റെ പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ വിക്ടിമിന് ഒരു കിടക്കയിലൊന്നും കിടത്താനായിട്ട് പാടില്ല, ഇല്ലെങ്കിൽ ഒരു ബെഡിലൊന്നും കിടത്താനായിട്ട് പാടില്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ വേണം നമ്മൾ പേഷ്യൻറ്റിനെ കിടത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത പറയുന്നത് ഓപ്പൺ ദ എയർവേ. അതായത് വിക്ടിമിൻ്റെ ഹെഡ് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വായു ഒന്ന് തുറന്ന് വയ്ക്കുക. അതുപോലെ തന്നെ ഓപ്പൺ ദ എയർവേ ബൈ പ്ലേസിങ് 1 hand ഓൺ ദ ഫോർഹെഡ് ആൻഡ് 2 fingers അണ്ടർ ദ ചിൻ. അതായത് നമുക്ക് ഒരു ഹാൻഡ് നമുക്ക് തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ 2 fingers നമുക്ക് നമ്മുടെ താടിയുടെ അടിയിലും വെക്കുക. കാരണം എന്താണ്, വായ തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് എയർവേ കൃത്യമാക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ചെക്ക് ഫോർ ബ്രീത്തിങ്. പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മുടെ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡിനുള്ളിൽ നമ്മുടെ പേഷ്യൻ്റ് ശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പേഷ്യൻ്റ് ശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും CPR കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, വേണമെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കാം. പിന്നെ വരുന്നത് ചെസ്റ്റ് കംപ്രഷനാണ്. അതിൽ വരുന്നത് ഹാൻഡ് പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. നമുക്ക് ഹാൻഡ് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ പ്ലേസ് ദ ഹീൽ ഓഫ് 1 hand ഓൺ ദ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ്. ഒരു ഹാൻഡ് നമ്മുടെ ചെസ്റ്റിന് നടുവിലായിട്ടും ആൻഡ് പ്ലേസ് ദ അതർ ഹാൻഡ് ഓൺ ടോപ്പ്. മറ്റേ ഹാൻഡ് നമ്മൾ ടോപ്പ് ഇൻ്റർലോക്കിംഗ് ഫിംഗേഴ്സ്. അതായത് നമുക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ 2 fingers വെക്കുക. നെക്സ്റ്റ് പറയുന്നത് ബോഡി പൊസിഷനാണ്. പൊസിഷൻ യുവർ ഷോൾഡേഴ്സ് ഡയറക്റ്റ്ലി ഓവർ യുവർ ഹാൻഡ്സ് ആൻഡ് കീപ് യുവർ ആംസ് സ്ട്രെയിറ്റ്. നെക്സ്റ്റ് കംപ്രഷൻ ടെക്നിക്കാണ്. കംപ്രഷൻ ടെക്നിക്ക് എങ്ങനെ നമ്മൾ കംപ്രഷൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ചെസ്റ്റിലോട്ട് നല്ല ഹാർഡായിട്ട് ഫാസ്റ്റുമായിട്ട് നമുക്ക് റേറ്റ് ഓഫ് 100 to 120 കംപ്രഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, നമ്മൾ താഴത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ ഒരു 2 inch, അതായത് ഒരു 5 centimeter അടിയിലേക്ക് നമ്മൾ പുഷ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് നമുക്ക് റെസ്ക്യൂ ബ്രീത്ത്സ് ആണ്. റെസ്ക്യൂ ബ്രീത്ത്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 30 കംപ്രഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായ തുറന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, 2 റെസ്ക്യൂ ബ്രീത്തുകൾ, അതായത് നമ്മൾ വായ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പേഷ്യൻറ്റിന് ശ്വാസം കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ തുറന്ന് കഴിഞ്ഞിട്ട് ഒരു തൂവാലിട്ടിട്ട് വേണം എന്ത് കൊടുക്കുന്നതിന് വേണ്ടി, ബ്രീത്ത് കൊടുക്കുന്നതിന് വേണ്ടി. കാരണം ഇപ്പോൾ പേഷ്യൻ്റെ വായയിൽ അതായത് ബ്ലഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തൂവാല വെച്ചിട്ട് ശ്വാസം കൊടുക്കാനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓരോ ബ്രീത്തും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈച്ച് ബ്രീത്ത് ഷുഡ് ലാസ്റ്റ് അബൌട്ട് 1 second ആൻഡ് മേക്ക് ദ ചെസ്റ്റ് റൈസ് വിസിബിളി. നമ്മളെ ചെസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, 1 second മേക്ക് ദ ചെസ്റ്റ് റൈസ് വിസിബിളി. പിന്നെ വരുന്നത്
കണ്ടിന്യൂ ദ സൈക്കിൾ ഓഫ് 30 കംപ്രഷൻ ഫോളോഡ് ബൈ 2 റെസ്ക്യൂ ബ്രീത്ത്സ്. അടുത്ത 30 കംപ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് കൊടുത്തുകൊണ്ടിരിക്കുക.